ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള അപ്പോഴത്തേക്ക് അടുക്കളയിലെ കാര്യമൊന്നും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേരെ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നോൺ സ്റ്റിക്കുകൾ കേട്ടോ. ഇത് നല്ല കറുപ്പുള്ള നോൺ സ്റ്റിക്കായിരുന്നു. ഇത് ചട്ടകം വിട്ട് കുത്തി 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 എടുക്കുന്നതാണ് ഇങ്ങനെ സംഭവിക്കുക. നമ്മളിത് കൂടുതലും തടിയുടെ ചട്ടകം കൊണ്ടൊക്കെ നമ്മൾ എടുക്കാവുള്ളൂ, അത്രയാണ് നല്ലത്. പക്ഷേ ഇവിടെ ഞങ്ങൾ രണ്ടുപേരാണ് പാചകം, എൻ്റെ പുത്രിയും ഞാനും കൂടെ. അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചട്ടം കൊണ്ട് അവളാണ് ഇത്രയും ഇത് നശിപ്പിച്ച് വെച്ച കേട്ടോ. പറഞ്ഞ അവൾ തന്നെ ഇത് വെച്ചടിക്കും. ഞാൻ പറയുമ്പോഴത്തേക്ക് ചെയ്തു തരുന്നേം പറയട്ടെ, കുറ്റവും കൂടെ പറയുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക്, ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പാടില്ലെന്ന് വെച്ചാൽ ഇത് വിഷാംശമാണെന്ന് പറയുന്നത്. പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്നാ കുക്ക് ചെയ്താലും നമ്മുടെ ഉള്ളിലേക്ക് വിഷമാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നോൺ സ്റ്റിക്ക് നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഇതാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ പോലത്തെ ഒരു ഇതാണ്, അലൂമിനിയത്തിന് സ്റ്റീലും ഒക്കെ ചേർന്ന പോലത്തെ ഒരു ഇതാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. ആക്കി എടുക്കാനായിട്ട് ഇതിനകത്ത് മൊത്തം കറുപ്പ് നമുക്ക് കളഞ്ഞ് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാവേ. അപ്പം എല്ലാവരും ഇതിപ്പോൾ ഇത് ഒത്തിരി പേര് നെഗറ്റീവ് പറയായിരിക്കും, അത് അങ്ങനെ എടുത്താൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, ചുമ്മാ അങ്ങനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മൾ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും നാൾ ഇത് ഉപയോഗിച്ചില്ലേന്ന് ചോദിക്കും. ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നേ. നമുക്കറിയാം അത് പ്രശ്നമാണെന്നറിയാം. എന്നാലും ചില സമയത്ത് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ചിരിക്കും. അപ്പോൾ ഇത് ഒന്ന് ശരിയാക്കി എടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ദൂരെ കളയുകയാണ് ചെയ്യുന്നത്. ഇത് ദൂരെ കളയണ്ട, നമുക്കിത് ശരിയാക്കി എടുക്കാം. നമ്മൾ പൊതുവെ വീട്ടമ്മമാർ നമ്മൾ അടുക്കളയിൽ എങ്ങനെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടു നടക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത് ഇല്ലേ. അത് അടുക്കള ജോലി ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണ്. അല്ലാത്തവരുടെ കാര്യം എല്ലാം പറഞ്ഞു കേട്ടോ. അടുക്കളയിൽ നമ്മളിങ്ങനെ കുടുംബ കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന മിക്ക വീട്ടമ്മമാരും ഇങ്ങനെയാണ്. നമ്മൾ പല സാധനങ്ങളും നമ്മൾ കളയാതെ നമുക്ക് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിയെടുക്കും, എടുത്തു വെക്കും. കാര്യം എന്ന് വെച്ചാൽ അതൊരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത് മേടിക്കുന്നതിൻ്റെ വില നമുക്കറിയാം, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ശരിയാക്കുന്നത് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടതെന്നുള്ളത് നമുക്കിനി വീഡിയോയിലൂടെ കാണാമേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കാറാകുന്ന പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് തുളുമ്പിയൊന്നും ഒഴിക്കേണ്ട, നമ്മൾ ആ ഒരു മേളിലോട്ട് ഇതായിട്ട് വരുന്ന രീതിക്ക് ഒത്തിരി തുളുമ്പി നിൽക്കേണ്ട. കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളം കളയാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇതിങ്ങനെ നല്ലപോലെ ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം കളയാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സോഡാപ്പൊടി, അത് തണുക്കൊന്നും വേണ്ട കേട്ടോ, സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വിനാഗിരി, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏതിതാണോ നമ്മൾ പാത്രം കഴുകുന്നത്, ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചുറ്റിക്കുക. ഒരു ഇച്ചിരി നേരം എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് വെക്കണേ. ഒരു 2-3 മിനിറ്റ് അടുത്തേക്ക് വെച്ചാൽ മതി. അതൊക്കെ അതിൻ്റെ ചൂടും ഒന്ന് മാറും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സെറ്റാകും. ഇതിൻ്റെ ചൂടൊക്കെ ആറി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ലിക്വിഡ് ഇതെല്ലാം ഉണ്ടോ, അതൊരു പാത്രത്തോട്ട് മാറ്റി വെച്ച് ഇതിനകത്തേക്ക് നമ്മൾ ഈ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഈ പെയിൻറ്റിൻ്റെയൊക്കെ ഇങ്ങനെ കളയാനായിട്ട് എടുക്കുന്നത്, അത്രയും ഒരു സാൻഡ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിട്ടിങ്ങനെ ഒന്ന് ഉരയ്ക്കുക. ഇതുണ്ടോ, പെട്ടെന്ന് ഇത് ഇളകി വരുന്ന നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ കറുത്ത് വരുന്നുണ്ടോ. ഇപ്പോൾ ചിലർ പറയും സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചാൽ അല്ലേലും ഇത് വരും എന്ന് പറയും. പക്ഷെ വെറുതെയാണ്, സാൻഡ് പേപ്പർ ഇട്ട് ഞാൻ നോക്കിയതാണ്, ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇളകി വരുമോയെന്നറിയാനായിട്ട്. ഇതിൻ്റെ ഈ കോട്ടിങ് ഒക്കെ നമ്മുടെ കയ്യെ പറ്റും കേട്ടോ, അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ഉരയ്ക്കുക. ഇത് കണ്ടോ, അത് മാറി വരുന്നുണ്ടോ. ഇതിങ്ങനെ എടുക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ലിക്വിഡ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത്
ഉരച്ചെടുക്കണേ. അതിനാണ് ആ ലിക്വിഡ് കളയാതെ മാറ്റി വെച്ചേക്കുന്നത്. ഒത്തിരി ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ഉരയ്ക്കാൻ പാടാണ്. ആ ലിക്വിഡ് ഒത്തിരി ഇതിനകത്ത് കിടക്കുമ്പോൾ തെറിച്ച് അവിടെ എല്ലാം ആകത്തേ ഉള്ളൂ. തെറിച്ച് അവിടെ ആകും. നമുക്കത് കഴുകിയെടുക്കേണ്ടതിന് ബുദ്ധിമുട്ട് വരും. അപ്പം കുറേശ്ശെ ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഈ സൈഡൊക്കെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ ചില സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതുപോലെ അങ്ങനെ ഇരിക്കും, പോകാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഉരയ്ക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇങ്ങോട്ടതായിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് താമസം വരും. അതിനെന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ പിച്ചാത്തി ഉണ്ടെങ്കിൽ നിന്ന് പോറിയിട്ടുണ്ട്. പിച്ചാത്തി കൊണ്ട് കത്തിരി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പോറി കൊടുക്കാം. ഇത് കണ്ടോ, ചെറിയ പോറിച്ചുകൾ വീണേക്കുന്നുണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അത്ര ഒന്ന് ഇത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, അന്നേരം പെട്ടെന്ന് അവിടുത്തെ ആ കോട്ടിങ് ഇങ്ങനെ ഇളകി പോകുന്നുള്ളൂ. ഇത് കണ്ടോ ഇളകി പോരുന്നുണ്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇളകിപ്പോരും. അതിന് നമുക്ക് അങ്ങനെ ഒരു മിനുസമായിട്ടിരിക്കാൻ തോന്നുമ്പോഴത്തേക്ക് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഈ കോട്ടിങ്ങിൽ ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി. നേരം പെട്ടെന്ന് നമുക്ക് ഇതിങ്ങെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം അതിനകത്ത് ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് അത് ഇടയ്ക്ക് ഞാൻ കഴുകിയും കൂടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാ കറുപ്പ് കളറിലായിട്ട് ഇരുന്നതിന് ഇടയ്ക്ക് ഞാനിത് കഴുകിയും കൂടെ കൊടുക്കുന്നുണ്ട്. കഴുകിയും കൂടെ എടുത്തെടുത്താണ് എന്നാലും നമുക്ക് ഇതിനകത്ത് ഈ കോട്ടിങ് പോകുന്ന നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പാത്രം ഇരിക്കുന്നത്. ഇത് കേട്ടോ, ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി. ആ ഒരു കറുപ്പെല്ലാം പോയി കിട്ടി. പിന്നെ ഇവിടെ ഒരു ശക്കലുണ്ട് കേട്ടോ, അത് എനിക്കൊന്ന് ഇതൊന്ന് ഉരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വശം കിട്ടുന്നില്ല. അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ഒരു ലോക്കുണ്ടല്ലോ, ആ സംഭവം ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി നല്ല ഇതായിട്ട് ഇങ്ങോട്ട് ഉരയ്ക്കാനായിട്ട് എന്നാലും പോകുന്നുണ്ട് കേട്ടോ ഉരയ്ക്കുമ്പോഴത്തേക്ക്. ഇത് ഇങ്ങനെ ഒന്ന് എൻ്റെ ഈ നോൺ സ്റ്റിക്ക് ഭയങ്കര കട്ടിയുള്ളൊരു കോട്ടിങ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി നല്ല കട്ടിയായിരുന്നു ഈ കോട്ടിങ്ങിന്. എന്നിട്ട് നമ്മളിപ്പോൾ ഇത്രയും കഴുകി കഴിഞ്ഞിച്ച് വീണ്ടും നമുക്ക് ശകലം നേരത്തെ അത്രയും നമ്മൾ സോഡാപ്പൊടി എടുക്കണ്ടേ. നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് അതിലേക്കൊരു ശകലം വിനാഗിരി, ചുറ്റിച്ച് എല്ലായിടത്തും നല്ല ഇതുപോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ലിക്വിഡും കൂടെ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഒരു പുതിയ സാൻഡ് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റത്തെ ഇടുക. ഈ അവിടെയൊക്കെ സൈഡിലൊക്കെ കുറച്ചൊക്കെ കാണും, അതെല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കുന്നതിലാണ്. നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കും ഇതല്ലാതെ നമ്മൾ ഈ പാത്രം ഇടുന്ന കമ്പി ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉരച്ചാൽ പോകുന്നിറക്കും. പോകത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കിയതാണ്. പക്ഷെ അങ്ങനെ പോകത്തില്ല. നമ്മൾ ഇതിനകത്ത് എന്നെല്ലാം ചെയ്തിട്ടില്ല, കമ്പി ഇടുന്നുണ്ട് ചെയ്താൽ പോകത്തില്ല. പക്ഷേ ഈ സാൻഡ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിന് പോരാൻ എളുപ്പമുണ്ട്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കമ്പി കൊണ്ട് കളയാം എന്നോർത്തുകൊണ്ട് ചെയ്യരുത്. ഈ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് പെയിൻറ്റ് കടയിൽ കിട്ടും. പെയിൻറ്റിക്കൊന്നും വലിയ വിലയൊന്നുമില്ല. ഇവിടെ ഇരുന്നതാണ് ഞാൻ എടുത്തത് കേട്ടോ. നേരത്തെ നമുക്ക് പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് മേടിച്ചാണ് ഞാൻ എടുത്തത്. വേറെ മേടിച്ചല്ല, അതുകൊണ്ട് എന്നെ വിലയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നാലും ഒരുപാട് വിലയൊന്നും ആകത്തില്ല നീ. പിന്നെ ഇത് ഇനി ഒറ്റ പ്രാവശ്യം കൂടെ ഒന്ന് ഉരച്ചൊന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ എല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു ഇച്ചിരി ലിക്വിഡും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് സ്ക്രബ് വെച്ചൊന്ന് ഉരച്ചൊന്നും കൂടെ ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്ക് അടുപ്പയിലോട്ട് ഇച്ചിരി വെള്ളമോ എന്നതിനകത്ത് ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച്
കളഞ്ഞേച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ല പുത്തൻ പാത്രം പോലെ ആയിട്ടുണ്ട്. രണ്ടാമത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പം ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണം കേട്ടോ. നല്ലപോലെ വെള്ളം വെച്ച് വേണം. എന്നും പിന്നെ തിളച്ച് തൂകിപ്പോകുന്ന പോലെയല്ല, ഇച്ചിരി നല്ലപോലെ വെള്ളം വെച്ച് ഒരു 2-3-4 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നല്ലപോലെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം വീണ്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് എണ്ണ വെള്ളം കുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കൂടുതൽ എവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാത്തതെന്ന് അറിയാവുന്നേ, കാക്കയുടെയും എല്ലാത്തിൻ്റെയും ബഹളമാണ്. എനിക്ക് സേഫായിട്ടൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ എൻ്റെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ മറ്റ് സൗണ്ടുകളൊന്നുമില്ല, നമുക്ക് നല്ല ഇതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. പുറത്തു നിന്നുള്ള കാറ്റ്, കാക്കയുടെ ബഹളം, പൂച്ച എല്ലാം ഉണ്ട്. ഇപ്പം മഴ കൂടെയൊക്കെ ആയതുകൊണ്ട് അടുത്ത മഴ വരുന്നുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് ഒന്ന് കാണാം. കണ്ടോ, നല്ല വൃത്തിയായിട്ടില്ലേ? ഇത് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊടുമ്പോഴത്തേക്ക് നല്ല സുഖമാണ്. കേട്ടെ, അങ്ങനെ പോറലോ കാര്യങ്ങളോ നമ്മൾ ആ കമ്പി കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകം മുഴുവൻ പോറി ഇത് ഒരു ഇതായിട്ടിരിക്കും. പക്ഷേ ഈ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. എൻ്റെ ഫോൺ മറിഞ്ഞു പോകും, വെളി ഭയങ്കര കാറ്റാണ്, ഇങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ചിലർ പറയും ഇത് കമ്പി പോലത്തെ സാധനം നമ്മൾ പാത്രം കഴുകുന്നെടുത്ത് അതിട്ട് കഴുകിയാലും കുഴപ്പമില്ല കിട്ടുന്നു. പക്ഷെ വെറുതെയാണ്, ചുമ്മാ നിങ്ങൾ കഴുകിയാൽ ഒരിക്കലും ഈ ഒരു ക്ലീനായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇതിലേക്ക് നമ്മൾ ഈ സോഡാപ്പൊടിയും വിനാഗിരിയും ഒരിച്ചിരി ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല കേട്ടോ, വിമ്മിൻ്റെയോ പ്രില്ലിൻ്റെയോ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല, ലിക്വിഡ് എണ്ണയിലും ആയിരിക്കണമെന്നേ ഉള്ളൂ. ഒരു പതയ്ക്ക് വേണ്ടിയാണ് നമ്മളത്. അതും കൂടെ ചേർത്ത് നമ്മൾ ഇതിനകം ഇതുപോലെ ഒന്ന് പെരട്ടി 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറയും 10 മിനിറ്റിക്കുള്ളിൽ വീഡിയോ ഉണ്ടല്ലോ എന്ന് പറയും. ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് അത്രയും സമയം വരുന്നത്. അല്ലാതെ നമുക്ക് 10 മിനിറ്റ് മതി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല പുത്തനായില്ലേ, നല്ല ഭംഗിയായില്ലേ. നമുക്ക് ഇത് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ്. ഞാൻ ഇതൊരു ചാനലിൽ കൂടെ കണ്ടാണ് കേട്ടോ, ഒരു വീഡിയോയിലൂടെ കണ്ടാണ്, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു അതോ യൂട്യൂബിലാണോ നോക്കുന്നില്ല, ഏതിലും ഞാൻ ഇങ്ങനെ കണ്ടാണ്. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണമെന്ന്. കുറേ നാളുകൊണ്ട് ഇതിനകത്താണ് ഞങ്ങൾ മീൻ വറുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നോൺ സ്റ്റിക്ക് ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ. അത് പെട്ടെന്നൊന്നും അങ്ങനെ പോത്തൊന്നും ഇല്ലായിരുന്നു, അതുപോലെ ഇട്ട് കുത്തിപ്പറിച്ചിട്ടാണ്. ഞാനിപ്പോൾ പിച്ചാത്തി കൊണ്ടാണെങ്കിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തപ്പോൾ നല്ല കട്ടിയിലാണ് അവിടെ നടന്നു വരുന്നത്. അത്രയ്ക്ക് നല്ല ഇതായിട്ടുള്ള കോട്ടിങ് ആയിരുന്നു ഇതിൻ്റേത്. പക്ഷെ നമ്മളിട്ട് ചട്ട ഇട്ട് ഒരുപാട് കുത്തിയാണ് ഇങ്ങനെ ക്യാപ്പ്. ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചട്ട ഇട്ട് കുത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. അതിനാണ് ആദ്യം ഇച്ചിരി വെള്ളം വെച്ചൊന്ന് തിളപ്പിക്കാൻ പറയുന്നത്. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇച്ചിരി ഒന്ന് ഇളകി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ബാക്കി ഫുൾ ഇളകി പോരുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ആകും, വിഷാംശമാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ അടിപൊളി പാത്രമായി, പുത്തനായി പാത്രം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.